സിജു കേവ്സ് എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ, സിജു കേവ്സ്. നമ്മുടെ നാട്ടിലെ കോമൺ ആയിട്ട് ആൾക്കാർക്ക് ഇടുന്നൊരു പേരാണ് സിജു. ഇവിടുത്തെ കേവിന്റെ പേരാണ് സിജു കേട്ടോ. ഫുള്ള് മുളങ്കാടുകളാണ്. ആനയുണ്ടെന്ന് ബോർഡൊക്കെ കാണാമായിരുന്നു. ആനയൊന്നും ഇല്ല കേട്ടോ. അത്യാവശ്യം ചൂടുണ്ട്. നമ്മളിങ്ങനെ മുകളിലേക്ക് കയറി ഏതോ ഒരു മലേൻ്റെ മുകളിലെത്തി. കിടിലൻ ഗ്രാമപ്രദേശം കേട്ടോ. ഫുള്ള് കൃഷിയാണ്. നമ്മളെ നാട്ടിലെ പോലെ തന്നെ കുറെ കവുങ്ങുണ്ട്, പിന്നെ കുറെ വാഴയുണ്ട്, മറ്റേ പ്ലാവുണ്ട്, അങ്ങനത്തെ എല്ലാം ഉണ്ട് കേട്ടോ. ഇതിപ്പോ ശരിക്കും നമ്മളെ നാട്ടിലെ അതേ ഫീലിംഗ് ആണ്. അതേപോലത്തെ സ്ഥലങ്ങളാണ് ഫുള്ള്. കൃഷി ഇഷ്ടംപോലെ ഉണ്ട് അവിടെ കേട്ടോ. നമ്മളിപ്പോ ടൊലിഗ്രേ എന്ന് പറഞ്ഞൊരു ചെറിയൊരു ഗ്രാമത്തിലാണ്. അത് കഴിഞ്ഞ് നേരെ സിജു എന്ന് പറഞ്ഞ ഗ്രാമത്തിലേക്ക് പോവാണ്. ഒരു 10 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മളെ കേവ് എത്തി കേട്ടോ. സിജു എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് സിജു കേവ്സ് ഉള്ളത്. അപ്പൊ അങ്ങോട്ടാണ് പോകുന്നത്. ഇങ്ങനെ ചെറിയ ഓരോ ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ കാണാം, അല്ലാതെ ഇവിടെ വേറെ ഒന്നും ഇല്ല കേട്ടോ കാണാന്. മറിക്കടമനെ വണ്ടിയൊന്നും പേടിയില്ലാത്ത കുറെ പട്ടികളുണ്ട്. എല്ലാ സ്ഥലത്തും ചെറിയ ഇതുപോലുള്ള സ്കൂളുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വളരെ ചെറുതാണ്, അല്ലാതെ വേറെ കാര്യമായിട്ടൊന്നും ഇല്ല ഇവിടെ. റോഡൊന്നും ഇല്ല കേട്ടോ, ബോർഡ് മാത്രമേ ഉള്ളൂ. 10 കിലോമീറ്റർ ബോർഡൊക്കെ ഉണ്ട്, പക്ഷെ റോഡെല്ലാം വളരെ ഇതേപോലെയാണ്. ഫുൾ ഓഫ് റോഡൊക്കെ അടിച്ചടിച്ചടിച്ച്. പിന്നെ പിക്കപ്പെല്ലാം ഉണ്ട് എല്ലായിടത്തും. അതാണ്, എല്ലായിടത്തും പിക്കപ്പും കാര്യമൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ റോഡ് കേട്ടോ. നമ്മള് 4 വീലില്ലാണ്ട് ഒരു സ്ഥലത്ത് പോകാൻ പറ്റില്ല. പോയി പല സ്ഥലത്തും പെടും. എങ്ങനെയൊക്കെയോ പോകുന്നുണ്ട്. കൊള്ളാം, എന്തായാലും നല്ല ഓഫ് റോഡിങ് എല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി മേഘാലയ നൈസ് റൂട്ടാണ്. ഇതിൽ കൊണ്ടൊന്നും വണ്ടിയൊന്നും അധികം പോകാത്ത റൂട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും പിക്കപ്പ് പോകുന്നുണ്ടാവും, വേറൊരു വണ്ടി പോകുന്ന എനിക്ക് തോന്നുന്നില്ല. എല്ലാം കണക്കാ, ഫുള്ള് ഓഫ് റോഡാണ്. അപ്പോൾ നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുക. നമുക്കൊരു 10 കിലോമീറ്റർ ഇനി ഇങ്ങനെ ഓഫ് റോഡ് അടിച്ച് പോകണം. എന്നാലും ലൊക്കേഷനിൽ എത്തുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ എത്തുമായിരിക്കും. നമ്മൾ ഷോർട്ട് കട്ട് അടിച്ച് ലാസ്റ്റ് തീർന്നിട്ടാ നമ്മൾ ഈ ഒരു പുഴയിലാണ് എത്തിച്ചേർന്നത്. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇനി റോഡില്ല. അതിനപ്പുറത്തേക്കൊന്നും വണ്ടി പോയിട്ടില്ല. റോഡ് ഉണ്ടാക്കിയതാണ്, പക്ഷെ ഫുള്ള് മറ്റേ ഓടയെല്ലാം വീണിട്ടാണ് ഉള്ളത്. അതൊന്നും പിന്നെ പോകാൻ പറ്റൂല, ആ ഒരവസ്ഥയിലുള്ളത്. ഇനിയിപ്പോൾ വന്ന വഴി ഇതാ ഈ കാട്ടിലേക്ക് കൂടെ തന്നെ തിരിച്ച് കയറി പോകണം. വേറെ രക്ഷയൊന്നുമില്ല. എന്തായാലും പോയി നോക്കാം, വേറെ രക്ഷയില്ല. രാവിലെ മുതൽ ഫുള്ള് ഓഫ് റോഡിങ് കേട്ടോ, ഒന്നും പറയണ്ട. പോകുന്നതെല്ലാം ഓഫ് റോഡിങ്ങാണ്. ഇതിപ്പോൾ ഷോർട്ട് കട്ട് പിടിച്ച് പോയതാ. ലാസ്റ്റ് എത്തിയത് ഏതോ ഒരു കൊടുങ്കാട്ടിൽ എത്തിപ്പെട്ടത്. അപ്പോൾ നമ്മൾ തിരിച്ചു പോവാണ്. വേറെ രക്ഷയില്ല, വേറെ റോഡില്ല. ഒരു വണ്ടിയെങ്കിലും പോയ ഒരു പാടെങ്കിലും വേണ്ട. ഫുള്ള് മുളയെല്ലാം വീണിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ആനയിലുള്ള സ്ഥലമാണ്. ബോർഡ് ഓൾറെഡി ഉണ്ട്. പിന്നെ അവിടെ ആളെ പിന്നെ ഫൈന് കണ്ടിട്ടുണ്ടായിരുന്നു. 5000 രൂപ ഫൈനുണ്ട്. കയറി കഴിഞ്ഞാൽ മറ്റേ അടയിലുണ്ട്. നമ്മളെ നാട് പോലും അല്ലല്ലോ. നമ്മൾ എടുക്കുന്ന റിസ്കിനൊരു പരിധിയില്ല. വെറുതെ ലാസ്റ്റ് പിന്നെ വണ്ടി പോലും കിട്ടൂല. അതുകൊണ്ട് ഞാനിങ്ങനെ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുവാണ്. നല്ല വിറ്റായി, റെക്കോർഡ് കൊടുത്തില്ല, വെറുതെ അവിടെ വെച്ചോണ്ടിരിക്കുക. ഇതുപോലെ പിടിപ്പിച്ചു കഴിഞ്ഞാല് നാഷണൽ ഹൈവേ 217 ആട്ടോ ഇത്. എല്ലാ നാഷണൽ ഹൈവേ, ഇവിടുത്തെ നാഷണൽ ഹൈവേയിൽ ഇങ്ങനെയാണ്, വളരെ മോശമാണ്. ഇത് കണ്ടാൽ നമ്മൾ പോക്കറ്റ് റോഡ് പോലെ ഉണ്ടാവും. ആ ഒരു രീതി തന്നെയാണ് എല്ലാം ഉള്ളത്. പിന്നെ അതിലൊന്നും വലിയ കാര്യമില്ല. വണ്ടികളൊക്കെ കുറവാണ്, ബസ് സർവീസോ കാര്യം ഒന്നുമില്ല. എലിഫന്റ് ക്രോസിംഗ് എല്ലാം കാണുന്നുണ്ട്. എലിഫന്റ് ക്രോസിംഗ് ഉണ്ട് കേട്ടോ. കുറേ ആനകളെ മാനപ്പിണ്ട് ഇഷ്ടംപോലെ കണ്ടു. ആനകളുണ്ട് ഇവിടെ, ഒരുപാടുണ്ട് എന്നാണ് പറഞ്ഞത്. ഇതുവരെ കണ്ടില്ല. രാത്രി വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന പറഞ്ഞത്. നല്ല തേക്ക് മരങ്ങളെല്ലാം കുറെ കാണാൻ പറ്റും കേട്ടോ. തേക്കെല്ലാം കുറെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്.
നമ്മൾ ഇന്നലെ ഒരു പെട്രോൾ പമ്പിൽ കിടന്നുറങ്ങി. രാവിലെ നമ്മൾ പുതിയ സ്ഥലത്തേക്ക് പോവാണ്. ഇപ്പൊ ഉള്ളത് സിജു എന്ന് പറഞ്ഞ സ്ഥലത്താണ്. സിജു എന്ന് പറഞ്ഞൊരു പെട്രോൾ പമ്പ്, ഒരു സ്ഥലത്തുള്ള പെട്രോൾ പമ്പിലാണ് ഇന്നലെ കിടന്നുറങ്ങിയത്. ആകെ ഒരു 2 പെട്രോൾ പമ്പ് ഉള്ളു കേട്ടോ. അപ്പോൾ ഇന്നലെ അവിടെയാണ് കിടന്നുറങ്ങിയത്. രാവിലെ ഇവിടെ ഒരു കേവ് ഉണ്ട്, സിജു കേവ്സ്. അപ്പോൾ അത് കാണാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഇനി ഒരു 5 കിലോമീറ്റർ നമുക്ക് പോകാനുള്ളത്. 5 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ കേവ് എത്തും. കേവ് ഓപ്പൺ ആണെന്ന് അറിയില്ല, മഴയായതുകൊണ്ട് ചിലപ്പോൾ വെള്ളമുണ്ട് അതിനകത്ത്. അപ്പോൾ നമുക്ക് ഉള്ളിലോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നോക്കാം, നമുക്ക് മാക്സിമം എന്തായാലും പോയി നോക്കാം. ഓക്കെ, പോയി നോക്കട്ടെ. പോകുന്ന വഴിയല്ലതാ നമ്മളെ നാട്ടിലെ പോകുന്ന പോലെ തന്നെയാണ്. വഴികളല്ലതാ നമ്മളിങ്ങനെ നമ്മളെ നാട്ടിലെ പോകുന്ന അതേ സെറ്റപ്പാട്ടാ, ഒരു മാറ്റമില്ല. ശരിക്കും നമ്മളെ നാടുമായിട്ട് ഭയങ്കര സാമ്യമാണ് മേഘാലയക്ക്. എല്ലാം ഉണ്ട് നമ്മളെ നാട്ടിൽ ചെയ്യുന്ന എല്ലാ കൃഷി ഇവിടെ ഉണ്ട്. റബ്ബറുണ്ട്, കപ്പയുണ്ട്, കവുങ്ങുണ്ട്, എല്ലാ പണ്ടാരം ഉണ്ട്, തെങ്ങ് വരെ ഉണ്ട് ഇഷ്ടം പോലെ. അപ്പോൾ ഒരുവിധം എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മളെ നാട്ടിലെ പോകുന്ന അതേ ഫീല് നമുക്ക് കിട്ടും. ഒടുവിൽ സിജു കേസ് എത്തിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ സംഭവം ഫുള്ള് പായൽ പിടിച്ച് കിടക്കാണ്. അങ്ങോട്ട് നടക്കുന്ന കാര്യം എനിക്കറിയില്ല എന്താ അവസ്ഥ എന്ന്. ചോദിച്ചോക്കട്ടെ, നാട്ടുകാരോട് ചോദിച്ചോക്കട്ടെ. ഓപ്പണാണെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും പോകാൻ പറ്റുമായിരിക്കും. എന്തായാലും നോക്കാം. അങ്ങനെ നമ്മളിതാ സിജു കേവ്സിലേക്ക് പോവാം കേട്ടോ. ഇവിടെ ഒരു 50 റുപ്പീസ് പെർ ഹെഡ് പിന്നെ ഫീ ഉണ്ട്. അപ്പോൾ അത് കൊടുത്തിട്ട് പയ്യെ നമ്മൾ കയറുകയാണ്. ഫുള്ള് ആൾക്കാരൊന്നും അധികം നടക്കാത്തൊരു സ്ഥലമാണ്. എന്താണെന്ന് അറിയില്ല, പോയി നോക്കാം. വെള്ളം ഉണ്ടെന്നാണ് പറഞ്ഞത്, പക്ഷെ ഓവർ വെള്ളമില്ല. എന്തായാലും കയറി നോക്കാം. ഒരുപാട് സ്റ്റെപ്പ് നടന്നു കയറാനുണ്ട്. ഇതിപ്പോൾ മഴ പെയ്തുകൊണ്ട് ഫുള്ള് പായൽ പിടിച്ചിരിക്കുവാണ്. ആൾക്കാരൊന്നും വരലേ ഇല്ല. ഓഫ് സീസൺ. സൈഡിൽ കൂടെ ചെറിയൊരു തോട് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഫുള്ളൊരു ഫോറസ്റ്റ് വൈബ്. അങ്ങനെ നമ്മളിതാ മുകളിലെത്തി കേട്ടോ. കുറച്ച് സ്റ്റെപ്സ് കയറാനേ ഉള്ളൂ, ഓവർ ദൂരമൊന്നും പോകാനില്ല. ബട്ട് എന്താ പൊന്നു, ഫുള്ള് ഇരുട്ടാണ്, ഒന്നും കാണുന്നില്ല. റിസ്ക്കാണ്, നല്ല വെള്ളമുണ്ട്. അതുകൊണ്ട് നമുക്ക് അകത്തോട്ട് പോകാനില്ല പരിപാടി നടക്കൂല കേട്ടോ. അതിൻ്റെ അകത്തുനിന്ന് ഇരുന്നതാണ്, ആ തോട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തുനിന്ന് ഇരുന്നതാണ്. ഈ വെള്ളത്തിൽ നമുക്ക് അകത്തോട്ട് പോയി കഴിഞ്ഞാൽ പണിയാണ്. ജസ്റ്റ് നമുക്ക് അവിടെ വരെ പോയി നോക്കാം കേട്ടോ. വെള്ളം ഉറ്റുന്നുണ്ടോ? ഫ്രഷ് വെള്ളം മുകളിൽ നിന്ന് വരുന്നതാണ്. ഈ വെള്ളത്തിലേ വേണം കേട്ടോ അകത്തോട്ട് പോകാൻ. അതിപ്പോൾ പോസിബിൾ അല്ല, ഭയങ്കര ബാഡ് സ്മെല്ല് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫുള്ള് ഇരുട്ടാട്ടാ, ഒന്നും പറയണ്ട. ഫുള്ള് വെള്ളമാണ് കേട്ടോ. വെള്ളം ആയതുകൊണ്ട് പിന്നെ നമ്മളധികം ഉള്ളിലേക്ക് പോകുന്നില്ല. റിസ്ക് പരിപാടിയാണ്. ഇതിനാണ് വെറുതെ. വെള്ളം ഏത് നിമിഷം കൂടാൻ കാടാണ്, നമുക്കതൊന്നും പറയാൻ കഴിയില്ല. ഓക്കെ, മഴ കൂടുതൽ നോക്കി. അപ്പോൾ നമ്മളിതാ സിജു കേവ്സിൽ നിന്ന് പോവാണ്. അകത്തോട്ട് പോകാൻ പറ്റില്ല കേട്ടോ, ഭയങ്കര സ്മെല്ലാണ്. ഫുള്ള് പായൽ പിടിച്ചതിൻ്റെ സ്മെല്ല്. അടുത്ത കാലത്തൊന്നും ആരും വന്നിട്ടില്ല. ഞാൻ രജിസ്റ്റർ നോക്കി, ഒരു 3 ദിവസം ആകുമ്പോൾ ഒരാൾ എൻട്രി ഇട്ടിട്ടുണ്ട്, വേറെ ആരുമില്ല. അടുത്ത കാലത്തൊന്നും ആരും വന്നിട്ടില്ല. പിന്നെ ഭയങ്കര റിസ്ക്കാണ്, വെള്ളമാണ്. വെള്ളത്തിനകത്തോടി നമുക്ക് അകത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എത്ര ഡീപ്പാണെന്നൊന്നും പറയാൻ പറ്റില്ല.
അപ്പോൾ പിന്നെ വെറുതെ പോയിട്ട് പണിയാക്കുന്നില്ല, ജീവിതം വെച്ച് നമ്മൾ കളിക്കുന്നില്ല. അപ്പോൾ സിജു കേസിൽ ഇതാ ഈ ഒരു സംഭവം എൻട്രി, ഇതൊക്കെ ആരെയും വന്നിട്ടുണ്ടോ എന്നൊക്കെ അറിയില്ല കേട്ടോ. വന്നിട്ടുണ്ടാവാം. ഞാനും കറക്റ്റ് സീസൺ സമയത്ത് എനിക്ക് ഒരു പ്രാവശ്യം വരണമെന്നുണ്ട്. മേഘാലയ ഒരുപാട് കാണാനുണ്ട്. അത് നമുക്ക് സീസൺ സമയത്ത് എന്തായാലും വരാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടുന്ന് അടുത്ത സ്പോട്ട് പിടിക്കുകയാണ്. നമ്മൾ ഈ ഭാഗം വിടുകയാണ്, തുറ സൈഡ് വിടുകയാണ്. ഇനി അടുത്ത സൈഡ് പിടിക്കാനുള്ള പരിപാടി കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ സിജു കേസിൻ്റെ വിശേഷം കേട്ടോ. എന്തായാലും നമുക്ക് അടുത്ത സ്പോട്ട് പിടിക്കാം. മുകളിൽ നിന്ന് വെള്ളം വരുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ, അടിപൊളി. അപ്പോൾ നമ്മൾ നേരെ തുറ വിടുകയാണ്. തുറ വിട്ടിട്ട് നമ്മൾ നേരെ അടുത്ത സ്പോട്ട് പിടിക്കാം കേട്ടോ. അടിപൊളിയാണ്, നാച്ചുറൽ കേവലൊക്കെ കാണാൻ വേണ്ടി അടിപൊളിയാണ്. ഒരുപാട് നാച്ചുറൽ കേവ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ പഴയ വീഡിയോ കണ്ടവർക്ക് അറിയാം, ബലം കേവ്സ് പോലെയുള്ള അടിപൊളി കേവ്സിൽ ഞാൻ ഇഷ്ടംപോലെ പോയിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ ഇവിടെ ഛത്തീസ്ഗഡ് ഒരു വനത്തിൻ്റെ ഉള്ളിൽ ഒരു കേവ് ഉണ്ട് കേട്ടോ. അത് കുറച്ച് അകത്തോട്ട് കയറാൻ കുറച്ച് പണിയാണ്, ഭയങ്കര നാരോ ആണ് അതിൻ്റെ എൻട്രി എന്ന് പറയുന്നത്. അവിടെയൊക്കെ പോയിട്ടുണ്ട്, അതിൻ്റെയൊക്കെ വീഡിയോസ് എൻ്റെ അടുത്തുണ്ട് കേട്ടോ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നുമല്ല, അതൊക്കെ അടിപൊളിയാണ്. ലൈം സ്റ്റോൺസിൻ്റെ എന്താ പറയുക, നല്ല പ്രസൻസ് അതിനകത്തൊക്കെ ഉണ്ട്. ഇവിടെ വലിയ കാര്യമായിട്ടൊന്നും കണ്ടില്ല. എന്തായാലും കൊള്ളാം. ഫോറസ്റ്റിൻ്റെ നടുക്ക് അടിപൊളി സ്ഥലം. അണ്ണനിതാ മുകളിൽ മുമ്പിൽ പോകുന്നുണ്ട്. ഞാൻ പയ്യെ ഇറങ്ങി പോവാണ്, കാരണം നല്ലോണം സ്ലിപ്പാകുന്നുണ്ട്. എൻ്റെ ചെരുപ്പാണെങ്കിൽ ഏകദേശം തേഞ്ഞ് തീർന്നു. ചെരുപ്പ് മാറ്റേണ്ട സമയമായിരിക്കുന്നു. അപ്പോൾ ഞാൻ മെല്ലെ പൈപ്പെല്ലാം പിടിച്ചാണ് പോകുന്നത്. വീണിട്ടുണ്ടെങ്കിൽ എൻ്റെ ട്രിപ്പെല്ലാം കുളമാവും. ഇനി മേഘാലയൻ്റെ അടുത്ത സൈഡാണ് നമ്മൾ പിടിക്കുന്നത് കേട്ടോ. ഈ ഒരു സൈഡ് ഏകദേശം കംപ്ലീറ്റ് ആയി. പിന്നെ എല്ലാം ക്ലോസ്ഡ് ആണ് കേട്ടോ. ഈ ഒരു സൈഡൊക്കെ ഫുള്ള് ഫോറസ്റ്റിൻ്റെ അകത്താണ്. നല്ല ഓഫ് റോഡിങ്ങും കാര്യങ്ങൾ അങ്ങനത്തെ ഒരു ഏരിയ ആണ്. നമുക്ക് ഇനി കാണാൻ ഷില്ലോങ് സൈഡൊക്കെ പോയി കഴിഞ്ഞാൽ, ചിറാപ്പുഞ്ചി അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് വാട്ടർഫാൾസ് കാര്യങ്ങളൊക്കെ ഈ ഒരു സീസണിൽ നമുക്ക് പോകാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ ഇനി നമ്മൾ മെല്ലെ അങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല കാഴ്ചകളായിരിക്കുന്നു വിചാരിക്കുന്നത്. ഇവിടുത്തെ പോലെ എല്ലാം ക്ലോസ്ഡ് ആയിരിക്കും എനിക്ക് തോന്നുന്നില്ല. ഇവിടെ മെയിനായിട്ട് റിവർ റാഫ്റ്റിങ് കാര്യങ്ങൾ അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെയാണ് ഈ പുഴയിൽ കാര്യങ്ങൾ നടക്കുന്നത്. പക്ഷേ ഇവിടെ വെള്ളം ഇപ്പോൾ അധികം എന്താ പറയുക, കലക്ക വെള്ളം, മഴ, ഫ്ലഡ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഫ്ലഡ് എന്ന് പറയാൻ അധികം ഇല്ലെങ്കിലും വെള്ളമൊക്കെ ഏത് നിമിഷവും പെട്ടെന്ന് കൂടുന്നൊരു സാഹചര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്നും റിസ്ക് എടുക്കുന്നില്ല. അവരും എല്ലാം ക്ലോസ്ഡാണ്. അവർ പറഞ്ഞൊരു സെപ്റ്റംബറൊക്കെ ആകുമ്പോൾ ഓപ്പൺ ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്തായാലും നീങ്ങാം. ഇപ്പോൾ നമ്മൾ തിരിച്ച് താഴെത്തിയിട്ടുണ്ട്. എന്തായാലും സിജു കേസിനോട് വിടാം. ഇതൊക്കെ സീസണിൽ വന്നിട്ട് എപ്പോഴെങ്കിലും കാണാം. അപ്പോൾ നമ്മൾ അടുത്ത സ്പോട്ട് പിടിക്കട്ടെ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ. നമ്മളിതാ റോക്ക് ഫോർമേഷൻ കാണാൻ വേണ്ടി പോകട്ടോ. തുടക്കത്തിൽ തന്നെ ഒരു ചെറിയൊരു സാധനം കാണുന്നുണ്ട്. ഇത് വലിയ കാര്യമായിട്ടൊന്നുമില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം കേട്ടോ. ഇതും ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇത് അത് മാത്രമാണെന്നും അറിയില്ല. ജസ്റ്റ് പണ്ടുള്ള സമുദ്രം ഉണ്ടായെന്ന് തോന്നി. ഇത് സിമെൻറ്റും കൊണ്ട് ആക്കി വെച്ചാലും ഉണ്ട്. എങ്ങനെ ആയിന്നറിയില്ല ഈ ഷേപ്പ് കേട്ടോ. ഇത് കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇനി ഉണ്ടോയെന്ന് എനിക്കറിയില്ല. 150 മീറ്റർ എന്ന് പറയുമ്പോൾ ഇത്രയല്ലേ ഉള്ളൂ അല്ലേ? അങ്ങോട്ടുണ്ടാവല്ലേ പോകുന്നത്. പണ്ട് ഇതെല്ലാം സമുദ്രത്തിൻ്റെ അടിയിലായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. കുറേ മലകളിൽ ഞാൻ പോയിട്ടുണ്ട്. അതെല്ലാം സമുദ്രത്തിൻ്റെ അടിയിലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. ഇത് കണ്ടിട്ട് അങ്ങനെയെല്ലാം തോന്നുന്നുണ്ട്, കാരണം വെള്ളമെല്ലാം ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് ഷേപ്പായ പോലെ ഉണ്ട്. പന്നിക്കുട്ടന്മാരെ കണ്ടോ ഓടിക്കളിക്കുന്നത്? ഇവിടെ എല്ലാവരും പട്ടീനെ വളർത്തുന്ന പോലെ പന്നീനെ വളർത്തും കേട്ടോ. അവിടുന്ന് പുല്ല് നിന്നുണ്ട്. കുറേ ഉണ്ട് കേട്ടോ ഇവിടെയെല്ലാം, ഒരുപാടുണ്ട് കേട്ടോ ഇവിടെയെല്ലാം. നടന്ന് പോകുന്ന വഴിക്ക് തന്നെയാണ് ഇതെല്ലാം. ഇങ്ങനെ ഫുള്ള് ലെയറായിട്ട് കുറേ സാധനങ്ങളൊക്കെ കാണാൻ പറ്റും. എല്ലാം കാട് പിടിച്ചിരിക്കുകയാണ്. ഓഫ് സീസൺ, ആരും ക്ലീൻ ചെയ്തിട്ടില്ല. ഇതെല്ലാം റോക്ക് ഫോർമേഷൻസ് ആണ് കേട്ടോ. അവരടുത്ത് ചെല്ലുമ്പോൾ അവരെ കാണുമെന്ന് തന്നെ പശുവിന് മനസ്സിലാവും.
ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പോയിട്ട് വരാൻ പറ്റുന്ന ചേട്ടാ. അയ്യോ, ടു ഡിഫിക്കൾട്ട് വഴി കൊച്ചിനെ. ഇതാണ് സിജു എന്ന് പറയുന്ന ഒരു ബസ്സാർ കേട്ടോ. ചെറിയൊരു ടൗൺ ആണ്. ശരി, Turn left onto National Highway 217. ഓക്കെ. ചെറിയൊരു കുറച്ച് ഷോപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു സംഭവം, ഒരു ജംഗ്ഷൻ, അത്രയേ ഉള്ളൂ. ഒന്നും ഓപ്പൺ ഒന്നല്ല. നല്ല കള്ളുടിയന്മാരാണ് എല്ലാവരും കേട്ടോ. ഇന്നലെ വൈകുന്നേരം എല്ലാം ഒരുത്തനായിട്ട് ചെറിയൊരു കുളത്തുണ്ടായി. അവൻ പാർട്ടി ഫീ വേണമെന്നെല്ലാം പറഞ്ഞ് വെറുതെ അലമ്പാക്കി. നമ്മൾ കൊടുത്തൊന്നുമില്ല കേട്ടോ. താങ്ക്സ് ഫോർ വിസിറ്റ്. അപ്പോൾ നമ്മൾ സിജുവിൽ നിന്ന് പോവാണ്. അപ്പോൾ എന്താ, സിജുവിൽ നിന്ന് നമ്മൾ വിട പറയുന്നു. പിന്നെ നേരെ അടുത്ത ലൊക്കേഷൻ പിടിക്കട്ടെ, അടുത്ത ടൗൺ പിടിക്കട്ടെ. നമുക്കൊരു 4 മണിക്കൂർ ഓട്ടം ഉണ്ട്. എന്തായാലും വിടുവാണ്. പോകുന്ന വഴിക്ക് നല്ല കാഴ്ചകളൊക്കെ കിട്ടുമായിരിക്കും. എവിടെയെങ്കിലും സൈഡാക്കി ഫുഡെല്ലാം ഉണ്ടാക്കി തിന്ന് വൈകിട്ട് വേണം പോകാൻ. ഇതാ ഫ്രണ്ടിൽ കാണുന്ന പെട്രോൾ പമ്പിലാണ് നമ്മൾ ഇന്നലെ കിടന്നുറങ്ങിയത്. വയ്യ യാത്രയാണ്. ഇപ്പം നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോവാണ്. റാണിക്കൂർ എന്ന് പറഞ്ഞിട്ട് വരും. നമ്മളെ ബംഗ്ലാദേശ് ബോർഡറിലേക്കാണ് പോകുന്നത്. ബാഗ്മാര, ഐ ലവ് ബാഗ്മാര എല്ലാം ഫോട്ടോ എടുക്കാൻ സ്ഥലമുണ്ട് കേട്ടോ. നമ്മൾ നേരെ ഇതാ റാണിക്കൂറിലേക്ക് പോകുന്നത്. നമുക്കൊരു 3 മണിക്കൂർ ഓട്ടം ഉണ്ട്. എന്തായാലും മുന്നോട്ട് നീങ്ങാം. ഇവിടെ നിന്ന് റാണിക്കൂർ 126, മൗണ്ട് ഗാപ്പ് 210, ഷില്ലോങ് 230. ഷില്ലോങ്ങിൽ ആ ഭാഗത്തേക്കൊക്കെ നമ്മൾ ലാസ്റ്റ് പോകുന്നത് കേട്ടോ. ബാക്കിയൊക്കെ തീർത്തിട്ട് എന്തായാലും നമ്മൾ യാത്ര തുടരുകയാണ്. നോക്കാം.